ഹലോ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 5 സ്റ്റാറിലെ ബീഫ് അച്ചാറാണ്. അപ്പോൾ ഇത് കണ്ട ബീഫ് 3 പേരാണ്. ഇതാദ്യം ഗരം മസാല, മുളക് പൊടി, കാശ്മീർ ചില്ലി, മഞ്ഞൾപ്പൊടി, ബീഫ് മസാല ഒക്കെ ഇട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്തതിൻ്റെ ശേഷം ചെറുതായിട്ട് നുറുക്കിയതിൻ്റെ ശേഷം എണ്ണയിലിട്ടത് ഒന്ന് വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതാണ് വേവിച്ചെടുക്കാറുണ്ട്. അതിക്ക് വേണ്ടതുണ്ട് വെള്ളുള്ളി ഇവിടെ 200 ഗ്രാം ഉണ്ട്, നുറുക്കി വെച്ചോണം. ഇഞ്ചി 200 ഗ്രാം ഉണ്ട്, പച്ചമുളക് 16 ഉണ്ട്, കറിവേപ്പില 10 തണ്ടുണ്ട്, പിന്നെ അച്ചാർപ്പൊടി ഉണ്ട് 3 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഉണ്ട് 2 സ്പൂണ്, പിന്നെ ബീഫ് മസാല ഉണ്ട് 3 സ്പൂണ്, കടുക് 2 സ്പൂണുണ്ട്, ഉപ്പ് പാകത്തിന്. ഇത് മുളക് പൊടിയാണ്, ഇത് കാശ്മീർ ചില്ലി ഉലുവ പൊടിച്ചത്. അപ്പോൾ ഇനി ഇത് സെറ്റപ്പ് ആക്കണതാണ്. കട്ടടുപ്പ് വെച്ചിക്കണം. ഇതിലേക്ക് കടുകിടും. അപ്പോൾ എണ്ണ ചൂടായാൽ കടുകിട്ട് കുത്തി അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ പോകണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിടുക. ഇനി വെള്ളുള്ളിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ വെള്ളുള്ളി ഒന്ന് മൂത്ത് വന്നിട്ട് അപ്പോൾ കുറച്ച് ഉപ്പിടും. ഒരു നുള്ളുപ്പിട്ട് ഉപ്പിട്ടാൽ മതി. വെള്ളുള്ളിയിലൊന്ന് ഉപ്പ് പിടിക്കണം. അത് കഴിഞ്ഞ് ഇഞ്ചി ഇട്ടിട്ട് ആഡ് ചെയ്യുക. 200 ഗ്രാം ഇഞ്ചിയാണത്, ചെറുതാക്കി നടക്ക വരുന്നതാണ്. അപ്പോൾ ബാക്കി ബീഫ് പൊരിച്ച എണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അത് അരിച്ചൊഴിയണം ഒഴിക്കാൻ അല്ലേ. ഇടയിൽ അതിൻ്റെ ബീഫ് പൊരിച്ചതിൻ്റെ ഇതുണ്ടാക്കി അരിഞ്ഞതിൻ്റെ അത് ഒഴിക്കരുത്, അത് അരിച്ചൊഴിക്കണം പ്രത്യേകമായിട്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇത് 3 കൂടി. ഇപ്പോൾ കടുകായി, വെള്ളുള്ളിയായി, ഇഞ്ചിയായി, പച്ചമുളകായി. അതൊന്ന് വാടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിടാം.
അപ്പോൾ അത് 10 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഉപയോഗിക്കണം. 10 തണ്ട് കറിവേപ്പിൻ്റെ ഇല. കറിക്കായം ഉപയോഗിക്കുന്നില്ല, അത് വീട്ടിൽ ഉപയോഗിക്കാണ്ട് കായം ഉപയോഗിക്കുന്നില്ല. നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ 50 മില്ലി സാധാ ഓയിൽ ഉപയോഗിച്ച് കടുക് പൊട്ടിക്കാൻ മാത്രമാണ്. ഇതിലൊരു കെമിക്കലും ഒന്നും ചേർക്കുന്നില്ല. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മോഡലിലാണ് ഹോട്ടലിലെ ചായ തയ്യാറാക്കുന്നത്. ഇനി അടുത്തൊരു സ്റ്റെപ്പ്, തീ ഓഫാക്കും. തീ ഓഫാക്കിയതിൻ്റെ ശേഷം മസാലപ്പൊടി, എല്ലാ മസാലപ്പൊടി കാശ്മീർ ചില്ലി, ബീഫ് മസാല, മുളക് പൊടി, തീ ഓഫ്, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ അച്ചാറ് പൊടി, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി രണ്ടാമതും തീ കത്തിക്കുക. രണ്ടാമത് തീ കത്തിച്ച് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് സുർക്കാണത്. അത് പാകത്തിന് നോക്കി പറഞ്ഞ് പിന്നെ ടൈറ്റാവും. ഇനി ഒന്ന് തിളച്ചിട്ട് നോക്കി ലെവലാക്കി വെക്കുക. ഒന്നും ചൂടായി തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് വെക്കുക. പിന്നെ വേണമെങ്കിൽ ടൈറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചുരുക്കം ഒഴിച്ചാൽ മതി. ടൈറ്റാവും, ഇരുന്ന് ടൈറ്റാവും. ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് പിന്നെ ഒന്ന് പാകത്ത് ഒന്ന് നോക്കിയതിൻ്റെ ശേഷം ഉപ്പ് ഉണ്ടാവില്ല, ലെവലായിരിക്കും, ആണെങ്കിൽ ഇട്ടാൽ മതി. അപ്പം എന്തോ ഇതിൻ്റെ ബീഫ് അച്ചാർ റെഡി ആക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.